നമസ്കാരം. അമേരിക്കൻ യുദ്ധക്കപ്പൽ കടലിൽ തകർത്തു. ഹൂതികൾ പോർമുഖം തീർക്കുന്നു ഇറാന് വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അമേരിക്കയിലെ യുദ്ധക്കപ്പലുകൾ യുദ്ധത്തിനായിട്ട് അണിഞ്ഞൊരുങ്ങിയെത്തുമ്പോൾ ഇറാന്റെ മിസൈലുകൾ അവരെ തകർക്കുമെന്നുള്ള ഏക പ്രതീക്ഷ ഇറാനും, ഞങ്ങൾ തകർന്നു പോകില്ല, അവരെ തകർക്കുമെന്നുള്ള പ്രതീക്ഷ അമേരിക്കയ്ക്കും ഉണ്ടാകും. പക്ഷെ ആരും അറിയാതെ ഹൂതികളെ പോലുള്ളവർ വളരെ കൃത്യമായി ഇറാന് വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിന്റെ പടച്ചട്ട അവർക്ക് മുൻപിൽ തീർത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഹൂതികൾ പറയുന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ അടക്കം കടലിൽ താഴ്ത്തുമെന്ന് ഹൂതികൾ അവകാശവാദം ഉന്നയിക്കുന്നതും ഇറാന് വേണ്ടിയിട്ട് പുതിയ പോർമുഖം തീർത്ത് അവരെ സംരക്ഷണ കവചം ഒരുക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുമ്പോൾ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ പുതിയ പോർമുഖം തുറക്കുന്നു എന്നുള്ളതാണ്. ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല, അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെയും ഹൂതികൾ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നൽകി കഴിഞ്ഞു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗണ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയ ഹൂതികൾ അവസരം കാത്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഹൂതികൾ കടലിലെ അപകടകാരികളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സകല ആയുധങ്ങളും നൽകി വരുന്നത്. പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് അമേരിക്കയുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഏകദേശം 72 മണിക്കൂറിന്റെ 4ാം തവണയാണ് ഹൂതികൾ അന്ന് ആക്രമണം നടത്തിയത്. അന്നതിൽ USS ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. അപ്പോൾ ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായത് ആരും മറന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഹൂതി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തു എന്നുള്ളത് ഹൂതി സൈനിക വക്താക്കൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ വിന്യസിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏത് സമയം വേണമെങ്കിലും അടിക്കാം ആ കപ്പലിനെ. ഒരു നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്ന് തന്നെയാണ് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതായത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടി മാത്രമല്ല, ഹൂതികളുടെ തിരിച്ചടിയും ഈ അമേരിക്കൻ സൈന്യം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഹൂതികൾ ഇപ്പോൾ പുറത്തിറക്കിയ ഒരു ചെറിയ വീഡിയോയിൽ മുമ്പ് അവർ ആക്രമിച്ച് കടൽ മുക്കിയ ഒരു കപ്പലിന് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിറക്കിയിരുന്നു. അപ്പൊ ഈ ദൃശ്യങ്ങൾക്കൊപ്പം ഉടൻ എന്ന അടിക്കുറിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ചെങ്കടലിൽ ഇതുവരെ 100-ലധികം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ സൈന്യങ്ങൾക്കുള്ളതാണ്. ഇറാന്റെ കപ്പൽ വേധ ആയുധ ശേഖരത്തിലെ ഏറ്റവും കരുത്തനായ സാന്നിധ്യമാണ് ഖാലിജ് ഫാർസ് അഥവാ പേർഷ്യൻ ഗൾഫ് മിസൈൽ എന്ന് പറയപ്പെടുന്നത്. 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരു ശരാശരി ആയുധമല്ല. മാക് 3 മുതൽ മാക് 4 വരെയുള്ള സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞെടുക്കുന്ന ഈ മിസൈലിനെ തടയുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അസാധ്യമാണ് എന്നുള്ളതാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ 650 കിലോഗ്രാം ഭാരമുള്ള മാരകമായിട്ടുള്ള വാർഹെഡ് ആണ് വഹിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു പ്രഹരം, ആ ഒരു പ്രഹരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ പോലും കടലിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകുവാൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അഹങ്കാരം, അഹന്തയ്ക്ക് ആകാശത്ത് നിന്ന് ഇറാൻ നൽകുന്ന കനത്ത മറുപടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിസ്മയമാണ് സോൾഫാഗർ ബാസിർ. 700 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇരയെ പോലും കൃത്യതയോടുകൂടി കണ്ടെത്തുവാൻ ഇതിന് സാധിക്കുമെന്നുള്ളതാണ്. ഒപ്റ്റിക്കൽ സ്പീക്കർ ഹെഡ് അത് ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുള്ളതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുവാൻ ഈ ബാലിസ്റ്റിക് മിസൈലിന് പ്രത്യേക കഴിവുണ്ട്. അമേരിക്കൻ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിധം മൊബൈൽ ലോഞ്ച് സിസ്റ്റത്തിലൂടെ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് തൊടുത്തുവിടാം. ശത്രു ഒരു മിസൈൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടത്തു നിന്നല്ല, മറിച്ച് അവർ ചിന്തിക്കാത്ത കോണുകളിൽ നിന്നാകും സോൾഫാഗർ ബാസിർ അതിന്റെ യഥാർത്ഥ സംഹാര താണ്ഡവം ആരംഭിക്കുക എന്നുള്ളതാണ്. പേർഷ്യൻ കടലിടുക്കിനപ്പുറത്ത് പോയി ശത്രുവിനെ തകർക്കണമെങ്കിൽ ഇറാൻ പ്രയോഗിക്കുന്നത് അബു മഹിദ്ദി എന്ന ക്രൂയിസ് മിസൈലിനെയാണ്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ അല്ലെങ്കിൽ സമുദ്രോപരിതലത്തിന് തൊട്ടുമുകളിലൂടെ റഡാർ തരംഗങ്ങൾക്ക് താഴെയായിട്ട് ഒളിഞ്ഞു പറക്കുന്ന ഈ മിസൈൽ ശത്രുവിന്റെ കപ്പലിന് തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് തിരിച്ചറിയപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. വിമാനവാഹിനി കപ്പലുകളെ പോലും വിറപ്പിക്കുന്ന ഈ കരുത്ത് ഇറാന് ഹോർമുസ് കടലിടുക്കിന് പുറത്തും വ്യക്തമായിട്ടുള്ള മേധാവിത്വം നൽകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇറാന്റെ തീരദേശ പ്രതിരോധത്തിന്റെ നട്ടല്
നൂർ ഖാദർ എന്നീ മിസൈലുകളാണ്. യഥാർത്ഥത്തിൽ ഇത് 120 കിലോമീറ്റർ 300 കിലോമീറ്റർ പരിധികളിലേക്കാണ് ഇവ ട്രാക്കുകളിലോ അല്ലെങ്കിൽ ചെറിയ നാവിക കപ്പലുകളിലോ ഒക്കെ വിന്യസിച്ചിരിക്കുന്നതെന്നാണ്. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഇറാന്റെ സ്വാം അറ്റാക്ക് തന്ത്രമാണ് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഹ്രസ്വദൂര മിസൈലുകൾ ഘടിപ്പിച്ച് ഒരേ സമയം തന്നെ നൂറുകണക്കിന് ദിശകളിൽ നിന്ന് വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. ഒരു കൂറ്റൻ ആനയെ ഈച്ചക്കൂട്ടം ആക്രമിക്കുന്ന പോലെ അമേരിക്കൻ വിമാനവാഹിനികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുവാൻ ഇറാന്റെ ഈ കുഞ്ഞൻ ബോട്ടുകൾക്ക് സാധിക്കുമെന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ പണം വാരി എറിഞ്ഞുണ്ടാക്കിയ അമേരിക്കൻ സാങ്കേതിക വിദ്യകൾക്ക് മുന്നിൽ ഇറാന്റെ ഈ വേഗതയും ആത്മസമർപ്പണവും വലിയൊരു വെല്ലുവിളിയാവുകയാണ് എന്നുള്ളതാണ്. അമേരിക്കൻ സൈനികർ സംരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കവചങ്ങൾക്കുള്ളിലിരുന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാനിയൻ നാവികർ മരണത്തെ മുഖാമുഖം കാണാൻ തയ്യാറുള്ളവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭൗതിക ശാസ്ത്രവും ഒപ്പം തന്നെ യുദ്ധതന്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇറാൻ ഒരുക്കിയിരിക്കുന്ന ഈ ആയുധ ശേഖരം കേവലം പ്രദർശനത്തിനുള്ളതല്ല. ഖാലിജ് ഫാർസ് പോലെയുള്ള മിസൈലുകൾ കപ്പലുകളുടെ ഹള്ളുകൾ തുളച്ചു കയറുവാൻ ഉയർന്ന ഗതികോർജം ഉപയോഗിക്കുമ്പോൾ ഈ ഖാദർ പോലുള്ളവ അത് ചക്രവാളത്തിന് താഴെ മറഞ്ഞു നിന്ന് സാങ്കേതിക വിദ്യ കൊണ്ട് ശത്രുവിനെ ഞെട്ടിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ കോണും ഈ മിസൈൽ ലോഞ്ചറുകളുടെ കാവലിലാണ് എന്നുള്ളതാണ്. ലോകത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ആയുധങ്ങൾ നിർത്തുമ്പോൾ എത്രയൊക്കെ വെട്ടി വീഴ്ത്തിയാലും വീണ്ടും കിളിർക്കുന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് യുദ്ധത്തെ സമീപിക്കുന്നതും ആയുധങ്ങളിൽ വിരൽ തൊടുന്നതും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ചരിത്രമാണ്. ഒരുപക്ഷെ വലിയ യുദ്ധപ്പടയ്ക്കോ അല്ലെങ്കിൽ ഈ അത്യാധുനിക ആയുധങ്ങൾക്കോ ഒന്നും തടുക്കാൻ എത്രയോ വലുത് മറുവശത്ത് നിൽക്കുന്ന ജനതയുടെ പോരാട്ട വീര്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല, സംശയവുമില്ല. പക്ഷേ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന നാവിക വ്യൂഹത്തിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ, ടോമാഹോക്ക് മിസൈലുകൾ വഹിക്കുന്ന 3 ഡിസ്ട്രോയറുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഈ മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിച്ച ശേഷം പേർഷ്യൻ ഗൾഫിലേക്കാണ് വ്യൂഹത്തിന്റെ നീക്കമെന്ന് പറയപ്പെടുന്നത്. അപ്പൊ നിലവിൽ ഇത് ആൻഡമാൻ കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിനു പുറമെ 1 ഡസനോളം F-15 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ അമേരിക്ക മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് ഇറാൻ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഭീഷണികൾക്ക് മുന്നിൽ പ്രതിരോധം തകരില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഈ അവസ്ഥയിൽ സൈന്യം അതീവ ജാഗ്രതയിലാണ് എന്നും മോശമായ സാഹചര്യങ്ങളെ നേരിടാൻ പൂർണ്ണ സജ്ജത കൈവരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെയാണ് സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE എന്ന് പറയപ്പെടുന്നത് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സൈനിക നടപടിക്കും സ്വന്തം എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് UAE അറിയിച്ചിരിക്കുന്നത്. സമുദ്രാതിർത്തികളും ഒപ്പം തന്നെ കരഭാഗവും ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല എന്നും യുദ്ധ നടപടികൾക്ക് ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല എന്നും UAE വ്യക്തമാക്കുമ്പോൾ മേഖലയിലെ സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളൊന്നും തന്നെ UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള സർക്കാർ വൃത്തങ്ങളുടെ ഉറപ്പുകൂടി വരുമ്പോൾ ഇതിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ സത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സൈനിക സമ്മർദ്ദം എന്ന് പറയപ്പെടുന്ന മേഖലയുടെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കമുള്ള വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകളിൽ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇറാന്റെ തീരങ്ങളിലേക്ക്, ഇറാന്റെ കടൽ ഭിത്തികളിലേക്ക്, കടലിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനെ കടലിൽ വെച്ച് തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള, കഴിവുള്ള, അത്തരത്തിലുള്ള ഭീകരവാദ മൈൻഡ് സെറ്റുള്ള ഹൂതികൾ അടക്കമുള്ളവർ ഇറാന് പിന്തുണയുമായി എത്തുന്നത് ട്രംപിനെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന് മുമ്പിൽ ഒരു വലിയ പോർമുഖം തീർത്ത് ആ പോർമുഖം എന്ന് പറയപ്പെടുന്ന അമേരിക്കക്കെതിരെയുള്ള വലിയ ആയുധമാക്കി മാറ്റുവാൻ ഹൂതികൾക്ക് കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഹൂതികൾ ഒപ്പം ചേർന്നുകൊണ്ട്, ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചാൽ തകർന്ന് തരിപ്പണമാകുവാൻ അമേരിക്കയ്ക്ക് നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്.